ഐ ലവ് യു ചന്ദ്രൻ ക്യാരക്ടർ. ചന്ദ്രൻ ലോസ്റ്റ് ഉണ്ടോ? ഇല്ലടാ, കണ്ടില്ല കാണണം. അല്ല ഇതാരാ? ഇത് ഞാനല്ലേ? ഹലോ സമീറല്ലടാ. എന്നെ പോലെ ഉണ്ടല്ലോ. എന്നെ പോലെ ഉണ്ടല്ലോ. സമീറേ, ഹലോ, ഇതാരാ? ചന്ദ്രനാണ്. ആ ചന്ദ്രോ. സമീറ ലുക്കൊക്കെ മാറിയല്ല. ലുക്കെല്ലാം അങ്ങ് മാറി, കുറച്ചൊക്കെ പൊളിക്കാന്ന് വിചാരിച്ചു. ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് കുഞ്ഞൊക്കെ ആയാ? കുഞ്ഞൊന്നായില്ല. ഇതാരാ? ഇത് താരല്ലേ? ഞാൻ അല്ലല്ല, ഇത് താരല്ല. ഇത് വേറെ ഏതോ കൊണ്ടാ. നീ വെറുതെ കുടുംബം കലക്കല്ലേ ചന്ദ്ര? ഹലോ മോനെ നില്ലടാ. ചന്ദ്ര എന്താ വിളിച്ചോല്ലോ അവനെ. എന്താ പ്രശ്നം? ഓടല്ലേ പോലെ. സംഭവം എന്താ? ഇവനെ ഒരു 75 കോടി എനിക്ക് തരാനുള്ളവനാ. അവൻ കാണിച്ച എസ്കേപ്പ് ആർപി ഉണ്ടായിരുന്ന ഇപ്പം കണ്ട. ഇവനെ പോലത്തെമാരാണ് ഈ സിറ്റിയുടെ ശാപം. ആർക്കും ആരെയും വിശ്വസിച്ച് ഷമീറ ഒരു കാശ് കൊടുക്കില്ല. പ്രത്യേകിച്ച് ഈ നായിന്റെ മോനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചേക്കണം. ഈ നാരദൻ അറിയാവോ? കാശ് കൊടുക്കാറില്ല. ഇല്ല എനിക്കറിയില്ല. ഞാൻ ആർക്കും പൈസ കൊടുക്കില്ല. എന്താ ചോദിച്ചത്? എന്താ? അല്ല, ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് കുറെ നാളല്ലേ? ഗേൾഫ്രണ്ട് ആയി കുട്ടിയാകാനോള് സമ്മതിക്കണ്ട. കല്യാണം കഴിയണം പോലും. ഏർപ്പാടാന്ന് നമ്മളെ കുടുംബത്തിലൊന്നും അങ്ങനെയല്ല. പിന്നെ എങ്ങനെ? അങ്ങനെയല്ല, കുടുംബത്തിൽ പറഞ്ഞവർ അങ്ങനെയല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലൊക്കെ ആദ്യം കുട്ടിയാവും, എന്നിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിക്കും. അത് നിന്റെ ഏത് കുടുംബം? ഇല്ലിക്കൽ തറവാടാണോ? ഇവനേതോ കണ്ണൂർ കിങ് ആണോ? അതോ കണ്ണൂർ കിങ് ആണ്. ഇതാരാ? കണ്ണൂർ കിങ് ഗമ്മ സെയിലുള്ളൂ. കണ്ണൂർ കിങ് ഇവിടെ സംസാരിക്കുന്നേ, ഈ കാരണത്ത് സംസാരിക്കുന്ന ആള്. ബ്രോ നിങ്ങളുടെ ഫാമിലി ആണോ? അതെ നമ്മളെ ഫാമിലിയാ. ബ്രോ സെയിലുണ്ടോ? വേണോ? ഇല്ല വേണ്ട. സിറ്റിസൺ ആണോ നിങ്ങൾ? സിറ്റിസൺ ആണോ? ഓ നമ്മ സിറ്റിസണാ. ഷമീറിനെ അറിയുന്ന ആരിലാണോ ഇത്? എനിക്ക് ചന്ദ്ര നമുക്ക് ഇങ്ങോട്ട് ഇല്ല ഷമീർ, ഒരു വിഷയമില്ല. നമ്മൾ തമ്മിൽ ഭയങ്കര പ്രേമത്തില. ഞങ്ങള് ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറച്ചുകൂടിയൊക്കെ ആയിട്ടെ. എന്നെ പോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇല്ല എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല ഷമീറെ. ഇപ്പൊ താരെന്താ പറയുന്നേ? താര ഇതിന്റെ ഇടക്ക് എന്നെ പൊക്കി, മിനിയാന്ന് പൊക്കി എന്നെ. അതായത് ഞാൻ ഒരു 4 പെമ്പിള്ളറുമായിട്ട്, നിങ്ങക്ക് അറിയാലോ നമ്മള് എന്താ പറയാ, ഞാൻ ഒരു അവർക്ക് സന്തോഷത്തിന് വേണ്ടി, പെൺകുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരുടെ ബീച്ചിലും പാർക്കിലൊക്കെ, ഇവളില്ലാത്ത സമയത്ത് ബീച്ചിലും പാർക്കിലൊക്കെ. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് എനിക്കുണ്ടത്. അതെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരൊക്കെ കൊണ്ടുപോയി പാർക്കിലും ബീച്ചിലും കറങ്ങി. അത് ഇവള് പൊക്കി. സ്വാഭാവികം. ഇവള് പൊക്കിയിട്ട് ഇവള് പറഞ്ഞു ബ്രേക്കപ്പ് പോകണം, മറ്റേത് പോകണം. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ വളരാൻ വേണ്ടിട്ട്, പിന്നെ പെൺകുട്ടികളുടെ ഒരു സൈക്കോളജിക്കൽ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാനും വേണ്ടിട്ടാണ് പറഞ്ഞത്. നമ്മൾ അവരുടെ ജീവിതം പഠിച്ചാലേ നമുക്ക് അവരെടുത്ത്, അതായത് നമ്മുടെ ഗേൾഫ്രണ്ട് എടുത്ത് നമുക്ക് കുറച്ചുകൂടി ഇടപഴകാൻ പറ്റത്തുള്ളൂ അല്ലേ? അതെ ഇത് പക്ഷെ ഇത് പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ? നീ എങ്ങനെ നിന്റെ ഇത്? ഞാനിങ്ങനെ ഇടപഴകിയാണ് ഞാൻ എന്റെ ഗേൾഫ്രണ്ട് എടുത്ത് ഇടപഴകാൻ പഠിച്ചത്. നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് ഇതില് ഒന്ന് ഇറങ്ങണം കേട്ടാ. ഈ പെണ്ണുപിടി അല്ല, സോറി, ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ. ഹലോ ചന്ദ്രോ, സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങണം. ഞാനിങ്ങനെ വലയിടുന്നുണ്ട്. ഞാനും ഇടുന്നുണ്ട്. ചിലത് കൊത്തും, ചിലത് കൊത്തൂല. ചിലതാണ് ഇപ്പൊ എനിക്കൊരു മോൻ എന്ന് പറഞ്ഞ ഒരുത്തനെ ദത്തെടുത്തായിരുന്നു, ഒരു നായിന്റെ മോനെ. ഇവനാണെങ്കിൽ ഏതോ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി ഏതോ കൊലവണ്ടി തൂങ്ങി വന്നതാ. വന്നിട്ട് നേരെ എന്റെ സൂര്യ ബോസ് ഇവിടെ എന്റെ തലയിലായതാ. അപ്പൊ ഇവനാണെങ്കിലുണ്ടല്ലോ എല്ലായിടത്തും പോയിട്ട് പേര് അങ്ങനെ പറഞ്ഞടക്കി. ഞാൻ കുടുംബം കലക്കാൻ വേണ്ടി നോക്കി താരന്റെ അടുത്ത്. അഴുക്ക സ്വഭാവ. ഇവനെന്താ കൊലവണ്ടി തൂങ്ങി വന്നേന്ന്. എന്നിട്ട് എന്റെ ഉച്ചി തന്നെ വന്ന് വീണ്. ഈ യവന്മാരൊക്കെ കറക്റ്റ് ആയിട്ട് വന്ന് വീഴും.
കാര്യം താനിപ്പൊ എങ്ങനെയൊക്കെ ഇപ്പൊ തട്ടിയും മുട്ടി കൊണ്ടു നടക്കണം ഭയങ്കര ഇവ കഞ്ചാവ് വേട്ടല്ലേ കഴിഞ്ഞ ദിവസം പിന്നെ പോലീസ് വിളിച്ചേ ഉള്ളൂ. ഇത് കഞ്ചാവും ഉണ്ടായി. പിന്നല്ലാണ്ട് കഞ്ചാവ് പെൺവാണിപ്പം ഇങ്ങനെ കണ്ണിയാണവൻ. ഓക്കെ, എന്നാ പെൺവാണി പെണ്ണൊക്കെ നമുക്ക് ഒന്നൊന്ന് മുട്ടണം കേട്ടോ. ഞാൻ പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ഗ്രാജുവേഷൻ കോഴ്സ് എടുക്കണം. പെണ്ണുപിടി ഇത് അല്ല, അങ്ങനെയല്ല, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യണം ശരിക്കും. ഉസ്മാനും ഇസ്മായിലും ഒരു കോഴ്സിന് പോകുന്നുണ്ട് ഇവർ. ഇസ്മായിലും ഉസ്മാനെ ഞാൻ കഴിഞ്ഞ ദിവസം വാസവനായിട്ട് കണ്ടായിരുന്നു. അതെ അതെ, അവർ കുണ്ടരടി കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അവർ അതിൽ ബിരുദം എടുത്തോണ്ട്. എവിടെയാണ് ജോയിൻ ചെയ്തത്? എവിടെയെന്നെന്തോ എലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ. എലിയാ? അല്ല, അങ്ങനെ എലിയും ഉണ്ടായിരുന്നാടാ. ഓ, എലി ഉണ്ടായിരുന്നു. അങ്ങനെ ബാബു ഉണ്ടായിരുന്നു. നമ്മള് ഇന്നലെ മീറ്റ് ചെയ്തു. ബാബുവാ? ആ, ബാബു വന്നായിരുന്നു. ഇന്നലെയാ? ഇന്നലെ വന്നായിരുന്നു. ഓ, ഇന്നലെ വന്നായിരുന്നു. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എന്നെ ഭയങ്കര പേടിയാവൻ. ഞാൻ ഉള്ള ദിവസം വരത്തില്ല. ഞാൻ നല്ല ഇല്ലാത്തോണ്ട സിറ്റി കയറി. പിന്നെ എന്നെ ഭയങ്കര പേടിയാ. എലിയായിട്ട് എങ്ങനെയാണ് ഈ വാസുണ്ണന്റെ പരിപാടികള്? എലിയായിട്ട് നല്ല സുഖത്തിലല്ല. ഇവരെന്തോ ഷഡ്ഡി കേസ് നിന്റെതാ? ഷഡ്ഡി കേസ് ഒന്നല്ല ഇത്. എലിയായിട്ട് അത്ര സുഖത്തിലല്ല ഇവര് ശരിക്കും. അല്ല, നിന്റെ ഭാര്യ പറഞ്ഞു നീ ഭാര്യയല്ല, ഗേൾഫ്രണ്ട് ആണ്. ആ, ഗേൾഫ്രണ്ട് ഇട്ടിട്ട് പറഞ്ഞ് ഓള് നീ ഒരു ഷഡ്ഡിയെ ഇടും, വാറിന് പോകുമ്പോ ഷഡ്ഡി ഇടൂല, ഫ്രീ ആയിട്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇത് എന്നെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കലാണ് എന്റെ ഗേൾഫ്രണ്ടിന്റെയും മോന്റെയും പരിപാടി. അവർക്ക് എങ്ങനെയെങ്കിലും എന്റെ സിറ്റിയിൽ എന്റെ ഇമേജിനെ തകർത്ത് ബാക്കിയുള്ള പെമ്പിള്ളേര് എന്റെ നമ്മുടെ അടുത്ത് വരാൻ പാടില്ല. അതെ, ഇത് സംസാരിക്കുമ്പോ ഒരു 5-6 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ അയ്യേന്ന് പറഞ്ഞു. ചന്ദ്രനെ ഞാൻ നോക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഒറ്റ ഷഡ്ഡി ഇടുന്നവരെ നമുക്ക് വേണ്ട, അത് സ്മെല് ചെയ്യുന്ന അവർ പോയി. ഞാനൊരു കാര്യം പറയട്ടെ. ഇതാണ് എന്നെ ഇങ്ങനെ തകർക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതാക്കാൻ ഇങ്ങനെ നടക്കുക. എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ശരിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എന്താ പറയാ, ഇതിന്റെ ഒരു കോഴ്സ് ഇറക്കണം എന്നാണ് എന്റെ ഒരു തീരുമാനം. ഇങ്ങനത്തെ ഒരു സംഭവം. സിറ്റിയില് കൊറേ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്, ഒരു വിഷമിച്ചിട്ട്. അവരെല്ലാം നമുക്ക് ഒരു നേർവയിലേക്ക്. എടാ, നമ്പർ മിസ്സായി പോയി, ഒന്ന് ഷെയർ ചെയ്യോ? നമ്പറിന്റെ ഉണ്ടെന്നാ എന്റെ വിശ്വാസം. നോക്കട്ടെ. നിന്റെ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇതേതാ കൊരങ്ങൻ ബാക്കിൽ? ഹലോ തമ്മിലപ്പം നടക്കട്ടെ. എനിക്ക് ചെറിയൊരു ഓപ്ഷന്റെ കുറച്ച് പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ പോയിട്ട് നടക്കട്ടെ. കൊരങ്ങനെ ഇവനോട് എന്നെ കൊണ്ടുപോകട്ടെ. സത്യമായിട്ടുള്ള എന്നെ കൊണ്ടുപോകും, അവനെയും കൊണ്ടുപോകും. പെണ്ണ് പിടി എന്നൊക്കെ ഒന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അവിടെ നിന്ന്. എന്റെ ചെറിയ മെന്റലാണ് കേട്ടാ. ഒരു കാര്യം ഒരു സീരിയസ് മാറ്റർ 2 ദിവസം പറയാൻ വേണ്ടി നടക്കുവായിരുന്നു. എന്താ? ഭയങ്കര സീരിയസാ. പറ കാര്യം പറ. ഇതെങ്ങനെയാ അളി? ഞാനേ ഇത് ഇവിടെ ഒന്നും പറഞ്ഞ പറ്റില്ല അളി. ആ കടൽത്തീരത്തേക്ക് നോക്കും. ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. കടൽത്തീരത്ത് പോണോ? ഇല്ല അളി, ആരും ഇല്ലാത്ത സ്ഥലത്ത് പോണോ? ഇവിടെ കാണാൻ പറ്റില്ല. ആരെങ്കിലും ഗ്യാങ്സ് നോക്കി ആ 2 പാറയുടെ ഇടയിലേക്ക് അളി. അതൊന്നും അല്ല, ഇത് വലിയ നമ്മളിവിടെ പറ. എന്താ? ഞങ്ങള് ചുമ്മാ കറങ്ങി കിടക്കുക. എന്തിനാണ് വിളിക്കാം? ചന്ദ്ര കളിയൊരു കാര്യം മനസ്സിലിങ്ങനെ ആലോചിച്ചില്ലിരുന്ന? എന്ത്? മറ്റേ കൺസീവ്മെന്റ് അന്ന് അല്ലെ? അത് കഴിഞ്ഞിട്ട് കൺസീവ്മെന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ അച്ഛനുമോനെ കൂടി മറ്റേ വീടിന്റെ മേളിൽ സംസാരിച്ചപ്പോ ഞാൻ വീണ് മരിച്ചില്ലിരുന്ന? അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ അളിനെ കണ്ടില്ലല്ലോ. അളി കാശിക്ക് പോയില്ലേ അവന്റെ കൂടെ? അത് കഴിഞ്ഞിട്ട് 2 ദിവസം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അളി ഓർമ്മ വന്നപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ അളിയുടെ മനസ്സിൽ ആലോചിച്ച കാര്യം അതല്ലേ പണ്ടിക്കർ. ഞാൻ മറന്നുപോയി. ഇത് ഫുള്ളായി. ഇനിയൊരു 10 കൂടെ ഉണ്ട്. ഇനി 10 കൂടെ ഉണ്ടാ? ഇനി 10 കൂടെ ഉണ്ട്.
ഇത് നമുക്ക് കൊണ്ട് അകത്ത് വെക്കണ അല്ലേ പുറത്ത് വെക്കണ? അകത്ത് വെക്കാം, അകത്ത് വെക്കാം, അകത്ത് വെക്കാതെ ഇത് അത് ആരും അറിഞ്ഞായിരുന്നു. ആരും അറിയുന്ന എണ്ണത്തില്ലടാ അവന്മാര് കണ്ണ്. എന്താ ചെയ്യാൻ? ആർക്കും ഉത്തരവാദിത്തം ഇപ്പൊ ഇങ്ങനെ ആരും കട്ടിട്ട് പോയെങ്കിലാ നമ്മൾ നോക്കണം അല്ലേ? ഇല്ലേ? ഞാനിപ്പോ സസ്പെൻസിന്റെ വക്കിലാണ് നിൽക്കുന്നേട്ടാ. ആണല്ലേ? പിന്നെ ഇവര് എണ്ണുന്നതിന്റെ ഇടയ്ക്കുണ്ടല്ലോ അല്ലെ 2-3 ദിവസം ഇതെന്റെ കയ്യിലേക്ക് ഇരിക്കരുതല്ലേ. ഞാൻ മരിച്ചു പോയെങ്കിലാ? പിന്നെ എനിക്ക് തല്ലിക്കൊന്നെങ്കിലാ? ഞാനൊരു കാര്യം പറയാടാ, ഇത് ആരെങ്കിലൊക്കെ അന്വേഷിക്കട്ടെ. ഇത് അതുവരെ നമ്മുടെ വെച്ചേക്കാം. ഇത് അന്വേഷിക്കണല്ലോ. അങ്ങനെ ഇത് അത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആരും എടുത്തിട്ട് പോയാലോ? ഞാൻ മാനായിട്ട് തന്ന്. അല്ലെങ്കിൽ വേണ്ട, മറ്റേ ലോക്കറിലൊക്കെ വേറെ ലോക്കറുണ്ട് ഇവിടെ, അതിന്റെ തൊക്കെ. എന്റെ എത്ര ഗണ്ണളി ഇരിക്കണേ. എന്റെ കയ്യില് ഫുള്ള് ഗണ്ണളിയാ. ഇനി എന്തിനും 1 2 3 4 5 6 7 8 9 10 11 തോക്കുണ്ട് എന്റെ ഇനി. ഇത് കൂടാണ്ട് നിന്റെ നീ അതെല്ലാം എടുത്ത് കൊണ്ടുവന്നേ. ചന്ദ്ര SRK ഇതിനകത്ത് വലിയ പങ്കുണ്ടേ. ആണോ? ഓ പിന്നെ വലിയ പങ്കുന്ന വലിയ ഡിസ്ട്രാക്ടിങ് ആയി ഞാൻ. ആടാ? പിന്നല്ല ലോറി വന്നില്ലേ? ലോറി വന്നു ഡിസ്ട്രാക്ടിങ് SRK. ഇല്ല ഇപ്പൊ വേണ്ട. ഇപ്പൊ നമുക്ക് ഗണ്ണിന്റെ കുറച്ച് ഇരിക്കട്ടെ. ഗണ്ണൊക്കെ നിറയട്ടെ. ലോക്കറൊക്കെ നിറഞ്ഞിട്ട് ലോക്കറൊക്കെ നിറഞ്ഞിട്ട് അടുത്തൊരു കൺസ്യൂമിൽ നമുക്ക് നൈസായിട്ട് അമർത്താം. 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 കണ്ണ്. അല്ലെ എന്റെ പഴയ കണ്ണ് വെച്ചിട്ട് പുതിയ കണ്ണെടുക്കണേ. 23 കണ്ണ്. ഇതാരാ എടുത്ത് വെച്ചിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാരടാ. ഇതൊക്കെ കള്ളന്മാരാണെങ്കിലാ തരൂ തിരിച്ച്. എനിക്ക് ഓർമ്മയില്ലാത്തോണ്ട് അളിനോട് പറയാൻ പറ്റി. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിനോട് പറയൂ ഇത്. ഞാനൊരു കാര്യം പറയാം. SRK അവനാണ് എന്നെ പ്രലോഭിപ്പിച്ചത്. നീയേ ഈ 1 2 3 4 5 ഇത്ര അടുത്ത് കയ്യിൽ വെച്ച് അത്ര അടുത്ത് കയ്യിൽ വെച്ചേ. പഴയ കണ്ണ ഞാൻ വെക്കാം. നമുക്ക് അല്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ ഒരു കളി കളിക്കാം. അടുത്ത മീറ്റിംഗിൽ നമുക്ക് പറയാം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വണ്ടി ഞാൻ ആ സേഫ് ആയിട്ട് അവരെ കൊണ്ട് എത്തിച്ച് ആരാ കൊണ്ട് ഗൺസൊക്കെ എടുത്ത് ആത്ത് വെച്ചെന്ന് ചോദിക്കാം. എത്ര ഗൺസ് ഉണ്ട്? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാം, പുറത്തെ വണ്ടിയിൽ നിന്ന് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നീയൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടേക്കും, എന്നിട്ട് ആർക്കെങ്കിലും അറിയാവോ ഈ ഗൺസൊക്കെ ഇങ്ങനെ പോണത് എങ്ങനെയാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുക്കാം ഞാൻ കണക്കിന്, എന്നിട്ട് കണ്ണു കൊടുക്കാം. ഗണ്ണെടുത്ത് വെച്ചത് ആരൊക്കെയാ? കണ്ണെടുത്ത് വെച്ച മന്ദാരിക്ക് കോച്ചുണ്ടായിരുന്നു. കൊച്ചിലിട്ട് കൊടുക്കാം. കൊച്ചുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ആരോ കൊണ്ടായിരുന്നു അവിടെ. എനിക്ക് ജൂഡൊക്കെ ഉണ്ടായിരുന്നോണ്. അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നല്ല വാസോണ്ട് ഒരു നല്ല ഇംപ്രഷൻ കിട്ടും. ഏത് പിന്നല്ല ഇംപ്രഷൻ കിട്ടുമെന്നാ അല്ലെ ലീഡർ ആക്കൂല. ഒന്നേ ലീഡറാ വാസോണ്ട് ഗോഡ് ഫാദർ ആക്കാം. അപ്പൊ എന്താ പറയണ അണ്ണൂനെ അണ്ണു കൊറേ നാളായില്ല. അണ്ണു കല്ലറ കയറാൻ സമയായി. ഇല്ല ഇത്ര ഷോയൊക്കെ മതി കൊറേ ആയത്. പയ്യനെ കൊണ്ട് അടക്കില്ലിരുന്ന അതന്നെ. അത് മറ്റേ മമ്മു കളർ പടമായിരുന്നോ? മർസിലെ മമ്മു അടക്കിയില്ലേ ആളെ അപ്പൊ തന്നെ. അവരൊന്നും എടുത്തിട്ട് പോയതുകൊണ്ടാ. അവരൊന്നും എടുത്തോണ്ട് ജനം എടുത്തോണ്ട് കണ്ണ് ഇപ്പൊ വെക്കില്ല. ഇപ്പൊ നമുക്കിത് ഇതിന്റെ അകത്ത് ആക്കാം. എന്നിട്ട് പിന്നെ വെക്കാം.
ഇല്ല വണ്ടി ഒന്നും വെക്കല്ല. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് വിളിക്കാം. ഇന്ന് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് വെക്കാം. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് വെക്കാം. എന്നിട്ട് എല്ലാവർക്കും വരാൻ പറയാം. അപ്പൊ ചോദിക്കണ്ട. ചോദിക്കാം. ഇന്ന് എല്ലാരും ഇല്ല. ഇന്ന് കൊറേ പേര് അവിടെ ഉണ്ട്. എവിടെന്ന് പറയട്ടെ, വാസന്റെ വീട്ടിലുണ്ട്. കുറച്ച് പയ്യന്മാര് അവിടെ ഉണ്ട്. വെറുതെ അല്ല, ആരും റേഡിയോ കാണാത്തേട്ടാ. റേഡിയോ കാണാത്തതല്ലേ. അതാണ്. നമുക്കെന്നാ പുറത്തു പോയാലോ? ഇന്നിപ്പോ കത്തൂലേ? പുറത്ത്